ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 30-ാം ഞായറിൽ ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെ വാക്യങ്ങളാണ് നാം ശ്രവിക്കുന്നത്. അതിൻ്റെ ഒരു ലഘുഭാഷ്യം നൽകുകയാണ്. ഫരീസേന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ ഇത് ലൂക്ക മാത്രമേ വിവരിക്കുന്നുള്ളൂ. ലൂക്കാ സുവിശേഷകൻ തൻ്റെ ഇഷ്ടപ്രമേയമായ പ്രാർത്ഥനയാണ് ഈ ഉപമയിലും മുഖ്യ വിഷയമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ വചനഭാഗത്തിൽ ലൂക്ക അവതരിപ്പിച്ച ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയും പ്രാർത്ഥന എന്ന പ്രമേയമാണ് ഉൾക്കൊണ്ടിരുന്നത്. ഈ രണ്ട് ഉപമകളും ഒരുമിച്ച് വായിക്കുന്നതിലൂടെ വിധവയുടെ ദൃഢനിശ്ചയത്തോടും ചുങ്കക്കാരൻ്റെ വിനയത്തോടും പ്രാർത്ഥിക്കാൻ നാം ക്ഷണിക്കപ്പെടുകയാണ്. പീറ്റർ റിയ ജോൺസ് എന്ന എഴുത്തുകാരൻ ഈ രണ്ട് ഉപമകളുടെയും പരസ്പര പൂരക വിഷയങ്ങളെ എടുത്തു കാട്ടുന്നുണ്ട്. സ്ഥിരതയോടുള്ള പ്രാർത്ഥനയുടെ വാഗ്ദാനവും അഹങ്കാരത്തോടെയുള്ള പ്രാർത്ഥനയുടെ ആപത്തും. ഫരീസേന്റെയും ചുങ്കക്കാരൻ്റെയും കഥ യേശു പറയുന്നത് സ്വയം നീതീകരിക്കുകയും സാധാരണക്കാരിൽ നിന്ന് സ്വയം അകന്നു മാറി നിൽക്കുകയും ചുങ്കക്കാരെ സമുദായ ഭ്രഷ്ടരായി കണക്കാക്കുകയും ചെയ്ത ഫരീസേയരോടാണ്. കഥയിലെ കഥാപാത്രങ്ങൾ ഫരീസേനും ചുങ്കക്കാരനുമാണ്. അവർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലെത്തുന്നു. കെദ്രോൻ താഴ്വരയ്ക്ക് മുകളിൽ നഗരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ആളുകൾ എപ്പോഴും പോവുക പതിവാണ്. ലൂക്കാ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവർത്തനത്തിലും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് പ്രധാന പ്രതിപാദ്യമാണ്. സക്കറിയ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നു. ശിമയോനും അന്നയും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നു. ശിഷ്യർ ദേവാലയത്തിൽ ഉണ്ട്. ആദ്യ ക്രൈസ്തവ സമൂഹം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ ഉള്ളതായി അപ്പോസ്തല പ്രവർത്തനം കാണിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ ഫരീസേയരെ നിഷേധാത്മകമായ രീതിയിലാണ് പലയിടങ്ങളിലും ചിത്രീകരിച്ചിരിക്കുന്നത്. ഉദാഹരണം ധാരാളമുണ്ട്. 5, 21, 22 മാതൃകയായി കാണാം. എങ്കിലും ഇവിടെ ഫരീസേയനെ ഭക്തനായാണ് യേശു അവതരിപ്പിക്കുന്നത്. തുടർന്ന് സുവിശേഷകൻ ആദ്യം പ്രാർത്ഥിക്കാൻ വന്ന ഫരീസേയന്റെ ശരീരചേഷ്ടയും പ്രാർത്ഥനയും അവതരിപ്പിക്കുകയാണ്. ദൈവം മുൻപാകെ തങ്ങളുടെ വിശുദ്ധി നിലനിർത്താൻ സാധാരണക്കാരിൽ നിന്നും സ്വയം അകന്ന് മാറി കഴിഞ്ഞിരുന്നവരാണ് ഫരീസേയർ. അതിനാൽ കഥയിലെ ഫരീസേയൻ പ്രാർത്ഥിക്കാൻ തൻ്റെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ശരീരചേഷ്ട സ്വീകരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ചേഷ്ടയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ദൈവമേ എന്ന അഭിസംബോധനയോടെ അവൻ പ്രാർത്ഥന ആരംഭിക്കുന്നു. എങ്കിലും തന്നിലേക്കാണ് അവൻ ഉടനടി തിരിയുന്നത്. താൻ മറ്റുള്ളവരെ പോലെ അല്ല എന്നതിന് അവൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ആരാണ് ഈ മറ്റുള്ളവർ? അക്രമികൾ, നീതിരഹിതർ, വ്യഭിചാരികൾ, ചുങ്കക്കാർ എന്നിവരാണ് ഈ മറ്റുള്ളവർ. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ എത്തിയ ചുങ്കക്കാരൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഫരീസേയന് അറിവുള്ളത് കൊണ്ട് ഈ ചുങ്കക്കാരനെ പോലെയും അല്ല താൻ എന്ന് ഫരീസേയൻ പറയുകയാണ്. ഫരീസേയൻ പ്രാർത്ഥന തുടരുമ്പോൾ അവൻ സ്വന്തം പുണ്യത്താൽ ആഗീരണം ചെയ്യപ്പെടുന്നു. ആഴ്ചയിൽ 2 ദിവസത്തെ ഉപവാസം, എല്ലാറ്റിൻ്റെയും ദശാംശം കൊടുക്കുക എന്നിവയാണ് അവൻ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ.
ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കണമെന്ന് നിയമമില്ല, പക്ഷേ അയാൾ ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുന്നുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾക്ക് മാത്രം ദശാംശം കൊടുത്താൽ മതിയെന്നിരിക്കെ അയാൾ തൻ്റെ സകല സമ്പാദ്യങ്ങൾക്കും ദശാംശം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഫരീസയൻ സ്വയം നീതീകരിക്കുകയാണ്. അവൻ ദൈവത്തിൽ നിന്ന് ഒന്നും യാചിക്കുന്നുമില്ല. പ്രാർത്ഥിക്കാൻ വന്ന ചുങ്കക്കാരൻ്റെ ശരീരചേഷ്ടയും പ്രാർത്ഥനയുമാണ് കഥയിൽ അടുത്തതായി ലൂക്ക പ്രതിപാദിക്കുന്നത്. ഇത് ഫരീസേൻ്റെതിൽ നിന്നും നേർ വിപരീതമാണ്. ചുങ്കക്കാരൻ ദൂരെ നിൽക്കുന്നു. ഇപ്രകാരമുള്ള ഒരു ഭാവപ്രകടനത്തിലൂടെ ദൈവവും മുമ്പാകെയുള്ള തൻ്റെ അയോഗ്യതയെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിൽ അവൻ മുൻകൂട്ടി പ്രകടിപ്പിക്കുകയാണ്. തല താഴ്ത്തി മാറത്തടിച്ചുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത്. പ്രാർത്ഥനയുടെ പൊതുവായ ആംഗ്യം തല കുനിച്ചും കൈകൾ കൂപ്പിയുമല്ല, മറിച്ച് കൈകൾ ഉയർത്തിയും ദൈവത്തെ നോക്കിയുമാണ്. 1 തിമോത്തിയോസ് 2:8 ഉദാഹരണമായി കാണുക. പക്ഷെ പിൽക്കാലത്ത് ക്രൈസ്തവ പ്രാർത്ഥനയിൽ ഈ ഉപമയുടെ സ്വാധീനത്താൽ ശിരസ് നമിച്ചും മാറത്തടിച്ചുകൊണ്ടുമുള്ള പ്രാർത്ഥനാ രീതി കടന്നുകൂടിയതാകാനാണ് സാധ്യത. മാറത്തടിക്കുന്നതും തല താഴ്ത്തുന്നതും പശ്ചാത്താപത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ അടയാളമാണ്. ഇപ്രകാരം ഒരു ശരീരചേഷ്ടയോടെ അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ചുങ്കക്കാരനും ദൈവമേ എന്ന അഭിസംബോധനയോടെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അവൻ ദൈവത്തിൻ്റെ മുൻപിൽ ആത്മപ്രശംസ ചെയ്യുന്നില്ല. തൻ്റെ അയോഗ്യതയും പാപാവസ്ഥയും ദൈവ തിരുമുൻപിൽ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. അവൻ്റെ പ്രാർത്ഥന 51-ാം സങ്കീർത്തനത്തിലെ ആദ്യ വാക്കുകളെ പ്രതിധ്വനിപ്പിക്കുന്നു: ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. തൻ്റെ നീതീകരണത്തിന് ദൈവത്തിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന കരുണയിൽ ചുങ്കക്കാരൻ ആശ്രയിക്കുകയാണ്. അങ്ങനെ അവൻ ദൈവ ദൃഷ്ടിയിൽ നീതീകരിക്കപ്പെട്ടവനായി. ഒരാൾക്ക് സ്വയപ്രയത്നം കൊണ്ടോ താൻ ചെയ്ത പുണ്യപ്രവർത്തികളെ കുറിച്ചുള്ള ആത്മപ്രശംസ കൊണ്ടോ നേടിയെടുക്കുവാൻ കഴിയുന്നതല്ല നീതീകരണം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ വിനയമാണ് ആവശ്യം. ദൈവ തിരുസന്നിധിയിലുള്ള വിനയം നമ്മെ നിശബ്ദരാക്കും. ആ നിശബ്ദത ദൈവസന്നിധിയിൽ നാം ആരാണെന്ന സത്യത്തിലേക്ക് നമ്മെ നയിക്കും. പ്രാർത്ഥനയിൽ നാം വേണ്ടതിലധികം സംസാരിച്ചുകൂടാ. അങ്ങനെ ആയാൽ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ കഴിയുന്ന നന്മയെക്കുറിച്ചുള്ള സത്യത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുവെന്ന് വരാം. വിനയത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോഴും നമ്മെക്കുറിച്ചുള്ള സത്യം നാം അവിടെ തിരിച്ചറിയുമ്പോഴുമാണ് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നതും നാം നീതീകരിക്കപ്പെടുന്നതും. ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാം എന്ന ദർശനത്തിൽ സ്വയം ഇല്ലാതാകുന്ന അവസ്ഥയാണ് വിനയം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.